ഹലോ. അപ്പം എല്ലാവർക്കും എൻ്റെ വലിയ ഹായ്. എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഹിസ്റ്ററി അല്ലേ? ഹിസ്റ്ററിയുടെ ഏൻഷ്യന്റ് ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അത് നമ്മൾ ഏത് വരെ പഠിച്ചു? നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ഓർമ്മയുണ്ടോ? നമ്മൾ സ്റ്റോൺ ഏജ് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചത്? സ്റ്റോൺ ഏജിന്റെ പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് കഴിഞ്ഞിട്ട് ചാൽക്കോലിത്തിക് പഠിച്ചു. ചാൽക്കോലിത്തിക് കഴിഞ്ഞിട്ട് നമ്മുടെ ഹിസ്റ്ററിയിലത്തെ ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പ്രശ്നം പറ്റിയായിരുന്നേ. അതിൽ ആ ക്ലാസ് എടുത്തിട്ട് എൻ്റെ ഇടയ്ക്ക് എൻ്റെ പെന്നിന് എന്തോ പറ്റി, എനിക്ക് അറിഞ്ഞുകൂടാ എന്താ പറ്റിയെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് എനിക്ക് സ്റ്റോപ്പ് ചെയ്ത് വേറൊരു ക്ലാസ് എടുക്കേണ്ടി വന്നു. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് സോറി, ക്ലാസ് 2 പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടാണ് ആ ക്ലാസ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് 2 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് അതിന്റെ പാർട്ട് 2 ഉണ്ട്. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതെന്താ പറ്റി എന്നൊരു ഡൗട്ട് വരുന്നവര് പാർട്ട് 2 എന്തായാലും കണ്ടിട്ട് ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഈ ക്ലാസ് കാണാനായിട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ കഴിഞ്ഞിട്ട് വേദിക് പീരീഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്ക് വേദിക് പീരീഡ് പഠിക്കാം. ഓക്കെ. വേദിക് പീരീഡ്. വേദിക് പീരീഡിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ IVC എൻഡ് ചെയ്ത് തുടങ്ങിയത് ഏകദേശം എപ്പോഴാണെന്നറിയോ? IVC എൻഡ് ചെയ്ത് തുടങ്ങിയത് 1500 BC-യിലാണ് IVC ഏകദേശം ഒന്ന് എൻഡ് ആയത്. ഓക്കെ. IVC എൻഡ് ആയതിനു ശേഷം നെക്സ്റ്റ് നമുക്ക് ഞാൻ IVCയുടെ എൻഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിക്ലൈൻ ആവാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ആര്യൻ മൈഗ്രേഷൻ അല്ലേ? ആര്യൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഇൻവേഷൻ എന്നൊക്കെ പറയാം. ഈ ആര്യൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇവിടേക്ക് ഗ്രൂപ്പായിട്ട് വന്നു. ഇവർ വന്നത് എന്താ പറയുക, ഇമിഗ്രൻസ് ആണ്. അല്ലാണ്ട് ഇൻവേഡ് ചെയ്ത് ആ സ്ഥലം പിടിച്ചടക്കി അവർ തിരിച്ചു പോകാൻ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ വന്നത് ഇവിടെ വീടൊക്കെ വെച്ച് സെറ്റിലായി. ഈ ഒരു രാജ്യത്ത് അവർക്ക് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. സെറ്റിൽമെന്റിനാണ്. ഓക്കെ. അങ്ങനെ ഒരു നെക്സ്റ്റ് ഇൻഡസ് വാലിക്ക് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മേജർ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വേദിക് പീരീഡിലാണ്. ഓക്കെ. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെ ഒക്കെ ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹിസ്റ്ററി നടന്നിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് വേദിക് പീരീഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ആര്യൻസ് വന്നിട്ട് എന്താ ഉണ്ടായെന്നൊക്കെ നമുക്ക് നോക്കിയാലോ? അവർ അറൈവ് ചെയ്യുന്ന അതിന് മുമ്പ് പറയുകയാണെങ്കിൽ വേദിക് പീരീഡ് എന്ന് പറയുന്നത് 1500 to 500 BC ആണ്. ഓക്കെ. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കുറച്ച് വ്യത്യാസമുള്ളതുകൊണ്ട് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഏർലി വേദിക് പീരീഡ്. വേദിക്കോട് പോയി. ഏർലി വേദിക് പീരീഡ്. പിന്നെയുള്ളത് ലേറ്റ് വേദിക് പീരീഡ്. ഓക്കെ. ഈ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 1500 to 1000 BC-യിലാണ് ഈ ഒരു പീരീഡ്. അത് കഴിഞ്ഞ് 1000 കഴിഞ്ഞിട്ടുള്ള സമയം 500 വരെയാണ് ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൽ ഏർലി വേദിക് പീരീഡിന്റെ സമയത്താണ് നമ്മുടെ മെയിൻ ടെക്സ്റ്റ് ആയിട്ടുള്ള ഋഗ്വേദ കമ്പയൽ ചെയ്തിട്ടുള്ള സമയം ഏർലി വേദിക് പീരീഡിലാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ ഏർലി വേദിക് പീരീഡിനെ ഋഗ് വേദിക് ഏജ് അല്ലെങ്കിൽ പീരീഡ് എന്നും കൂടി പറയാറുണ്ട്. അത് കഴിഞ്ഞ് ലേറ്റർ വേദിക് പീരീഡിൽ ഈ ഋഗ്വേദയുടെ കൂടെ 3 വേറെ വേദങ്ങളും അവര് കൊണ്ടുവന്നു. ഈ 3 വേദ അല്ലാണ്ട് പിന്നെ ബ്രാഹ്മണാസ്, അയ്യോ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഇതെന്താ പറ്റുന്നത്? അരണികാസ്. ഓക്കെ. ഇത് ആകെ കൊളയില്ലേ. ഞാനൊന്നും കൂടി എഴുതാവേ. അരണികാസ് ആൻഡ് ഉപനിഷത്സ്. ഓക്കെ. ഇതൊക്കെ എന്താന്ന് നമുക്ക് പഠിപ്പിച്ചതാ ഞാൻ എക്സെട്ര. അപ്പൊ ഇതൊക്കെയാണ് ഈ ലേറ്റർ വേദിക്കില് കണ്ടുപിടിച്ച, അതായത് കൊണ്ടുവന്ന വേദാസ്. ആദ്യം നമ്മൾ ഋഗ്വേദ വേദിക് പീരീഡിൽ നമ്മൾ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് 3 വേറെ വേദങ്ങളും അതേപോലെ വേദാസും അതേപോലെ ബ്രാഹ്മണാസ്, ആരണികാസ് ആൻഡ് ഉപനിഷത്സും അതേപോലെ വേറെ കുറെ ടെക്സ്റ്റും ആ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഇവരുടെ അറൈവല് നോക്കിയാലോ? അറൈവലിനെ പറ്റിയിട്ട് നോക്കാം. ഓക്കെ. ആര്യൻസ് വന്നു.
ആര്യൻസ് മാത്രമല്ല വന്നത് കേട്ടോ. ആ ഒരു സ്ഥലത്ത് തന്നെ ഇറാനിയൻസും വന്നിട്ടുണ്ട്. ഓക്കെ. ഇവര് എന്താ പറയാ ഈ കുറെ വേദിക് നമ്മുടെ ടെക്സ്റ്റുകളിലൊക്കെ ഈ ഇൻഫോർമേഷൻ ഇതിനെ പറ്റിയിട്ടുണ്ട്. അതായത് ഈ ആര്യൻസും ഇറാനിയൻസും ഒക്കെ നമ്മുടെ ഇവിടേക്ക് വന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയുന്നേ? അത് ഈ ടെക്സ്റ്റിലൊക്കെ ഉണ്ട്. ഏതൊക്കെ ടെക്സ്റ്റിലാണുള്ളത്? ഗ്രീക്ക് ടെക്സ്റ്റുകളായ നമ്മുടെ ഋഗ്വേദയിലുണ്ട് കേട്ടോ. ഋഗ്വേദ. പിന്നെ ഏതൊക്കെ ടെക്സ്റ്റിലാ? സെന്റ് അവെസ്ത, പിന്നെ ഹോമേഴ്സ് ഇലിയാഡ് എന്ന് പറഞ്ഞ ബുക്കിലുണ്ട്. പിന്നെ നമ്മുടെ ഒഡീസി. ഓക്കെ. ഈ ബുക്കുകളിലാണ് നമ്മുടെ ആര്യൻസും ഇറാനിയൻസും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവായിട്ട് അവർ എഴുതി വെച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് അവരിവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഓക്കെ. അതിൽ ഈ ആര്യൻസ് എന്ന് പറയുന്നത്, ഇനി ആര്യൻസിനെ പറ്റിയിട്ട് പറയാം. ഓക്കെ. ആര്യൻസ് സെമി നൊമാഡിക് ട്രൈബ്സ് ആയിരുന്നു. ആര്യൻസ് സെമി നൊമാഡിക് ട്രൈബ്സ് ആയിരുന്നു. അവർ അഗ്രികൾച്ചർ ആയിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവരുടെ എക്കണോമി മെയിൻ ആയിട്ടുണ്ടായിരുന്നത്? അവരുടെ എക്കണോമി പാസ്റ്റോറൽ എക്കണോമി ആയിരുന്നു. അതായത് പശുവായിരുന്നു അവരുടെ മെയിൻ എന്താ പറയാ വരുമാനം. അതുകൊണ്ടാണ് പാസ്റ്റോറൽ എക്കണോമി ആയിരുന്നു അവരത്. അവര് എവിടെ നിന്നാണ് വന്നത്? അത് ഡിബേറ്റബിളാ. അത് ഇതുവരെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ടില്ല. ഓക്കെ. അത് എവിടുന്നാ വന്നെന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. ചിലർ പറയും സെൻട്രൽ ഏഷ്യ, ചിലർ പറയും റഷ്യ. ഓക്കെ. ഈവൻ ബാൽ ഗംഗാധർ തിലക് ഉണ്ടല്ലോ, ബാൽ ഗംഗാധർ തിലകിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്കില് പറയുന്നത് അവര് ആർട്ടിക് റീജിയൻ നിന്നാണ് വന്നതെന്നാണ്. ആയിരിക്കും. പിന്നെ വേറെ കുറെ തിയറി ഉണ്ട്. ഹിന്ദുകുഷ് മൗണ്ടൻ കടന്നിട്ടാണ് അവർ വന്നതെന്ന്. അതാണ് സത്യത്തില് ഏറ്റവും ആക്സെപ്റ്റബിൾ തിയറി ആയിട്ട് ഇപ്പൊ ഉള്ളത്. മോസ്റ്റ് ആക്സെപ്റ്റബിൾ തിയറി എന്ന് പറയുന്നത് അവര് ഹിന്ദുകുഷ് മൗണ്ടൻ ഏരിയയിൽ നിന്നാണ് വന്നേന്നാണ്. ഓക്കെ. ഇന്ത്യയിലോട്ട്. അപ്പം നമുക്ക് അവര് എവിടെയൊക്കെയാണ് നിന്നിരുന്നേന്ന് നോക്കിയാലോ. അപ്പം ദേ ലീവ്ഡ് അറ്റ് ഈസ്റ്റ് അഫ്ഗാനിസ്ഥാൻ. അത് വന്നതിന് ശേഷം കേട്ടോ. പിന്നെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസ്, പിന്നെ പഞ്ചാബ്, അതേപോലെ തന്നെ വെസ്റ്റേൺ UP. ഈ സ്ഥലത്തൊക്കെയാണ് അവര് താമസിച്ചിരുന്നത്. പിന്നെ അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു ക്യൂബ റിവർ ഉണ്ട്. അത് അഫ്ഗാനിസ്ഥാനിലുള്ളത്. ഓക്കെ. പിന്നെ സരസ്വതി എന്ന് പറഞ്ഞൊരു നദീനെ പറ്റിയിട്ടും ഋഗ്വേദയിൽ പറയുന്നുണ്ട്. പിന്നെ ഇൻഡസും ഇൻഡസിന്റെ 5 ട്രിബ്യൂട്ടറീസും. ഇൻഡസിന്റെ 5 ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാ? ഒക്കെ പഠിച്ചിരിക്കണം കേട്ടോ. ജേലം, നമ്മുടെ ജോഗ്രഫിയിലൊക്കെ വരും. ചെനാബ്, രവി, ബീസ് ആൻഡ് സത്ലജ്. ഇതൊക്കെയാണ് ഇൻഡസിന്റെ 5 ട്രിബ്യൂട്ടറീസ്. അപ്പം ക്യൂബ എന്ന് പറഞ്ഞ റിവർ, സരസ്വതി, പിന്നെ ഇൻഡസും ഇൻഡസിന്റെ 5 ട്രിബ്യൂട്ടറീസും ഋഗ്വേദയിൽ മെൻഷൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ റിവറിന്റെ അടുത്താണ് ആര്യൻസ് സെറ്റിൽ ആയിരുന്നത്. അവരൊക്കെ വന്നിട്ട് ഇവിടെ താമസിച്ചിരുന്നത് ഈ റിവറിന്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ അവരെ ആ ഒരു സ്ഥലത്തിന് ലാൻഡ് ഓഫ് 7 റിവേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. ലാൻഡ് ഓഫ് 7 റിവേഴ്സ്. ഇനി നമുക്ക് ഋഗ്വേദനെ പറ്റി നോക്കിയാലോ. കുറേയല്ലോ ഋഗ്വേദ എന്ന് പറയുന്നു. ഋഗ്വേദനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ. ഋഗ്വേദ അതാണ് ഫസ്റ്റ് വേദയായിട്ട് ഉണ്ടായിരുന്നത്. യുനെസ്കോ അതിൽക്ക് വേൾഡ് ഹ്യൂമൻ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഈ ഋഗ്വേദ ഇട്ടിട്ടുണ്ട്. വേൾഡ് ഹ്യൂമൻ ഹെറിറ്റേജ് ലിസ്റ്റില് ഋഗ്വേദയുണ്ട്. ഓക്കെ. അതിൻ്റെ ഉള്ളില് 1028 ഹൈംസ് ഉണ്ട്, പ്രാർത്ഥനകളുണ്ട് ഇതിൻ്റെ ഉള്ളില്. ഈ 1028 ഹൈംസ് 10 മണ്ഡലമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 10 മണ്ഡലാസ് ആയിട്ടാണ്, അത് 10 ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ 10 മണ്ഡലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഫുൾ കളക്ഷൻ ഓഫ് പ്രേയേഴ്സ് ആണ്. ഫുൾ പ്രാർത്ഥനയാണ് അതിൻ്റെ ഉള്ളിൽ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ. ഫുൾ കളക്ഷൻ ഓഫ് പ്രേയേഴ്സ് ആണ്. ഇത് ആർക്കൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്? മെയിൻ ആയിട്ടുള്ള അവരുടെ ദൈവങ്ങൾ, അഗ്നി, ഇന്ദ്ര, ഈ ദൈവങ്ങളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. മിത്ര,
വരുണ എക്സെട്ര ഈ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഋഗ്വേദയിലുള്ള പ്രയേഴ്സ് മൊത്തമുള്ളത്. ഈ 10 മണ്ഡലാസ് പറഞ്ഞല്ലോ, അതിൽ 2 തൊട്ട് 7 മണ്ഡലമായിരുന്നു ഏറ്റവും ആദ്യം എഴുതിയിട്ടുള്ളത്, ഏർലിയസ്റ്റ് പാർട്ട്. ആദ്യം എഴുതിയ ചാപ്റ്റേഴ്സ് ഒക്കെ അതായിരുന്നു. അത് കഴിഞ്ഞ് 1-മത്തെയും 9-മത്തെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതല്ലാണ്ട് ഞാൻ കുറെ ഗ്രീക്ക് ടെക്സ്റ്റ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ ബാക്കിയുള്ള ടെക്സ്റ്റുകളെ പറ്റി ഒന്ന് പെട്ടെന്ന് പറഞ്ഞാലോ. സെന്റ് അവസ്ഥ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് 1400 BC-യിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇലിയാദ് എന്ന് പറഞ്ഞല്ലോ, അത് 900 to 800 BC-യുടെ ഇടയ്ക്കാണ് എഴുതിയിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്താന്ന് നോക്കിയാലോ. ഇതിന്റെ ഉള്ളിൽ വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ലേറ്റ് നമ്മൾ പഠിച്ച നിയോലിത്തിക് സമയത്ത് ഉള്ള സംഭവങ്ങളും അതേപോലെ തന്നെ ഏർലി ബ്രോൺസ് ഏജ്, അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഇത് നടന്നിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈസ്റ്റേൺ യൂറോപ്പും അതേപോലെ തന്നെ സെൻട്രൽ ഏഷ്യയാണ് അതിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഓക്കെ, അവിടെ സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഈ ആര്യൻസിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻഡോ ആര്യൻ ലാംഗ്വേജ് ആണ് അവർ സംസാരിക്കുന്നത്. ഓക്കെ, ഋഗ്വേദ എഴുതിയിട്ടുള്ളത് ഈ ലാംഗ്വേജിലാണ്. ഓക്കെ, ഇൻഡോ ആര്യൻ ലാംഗ്വേജിൽ. അത് നമ്മൾ അതിനെ വിളിക്കുന്നത് വേദിക് സാൻസ്ക്രിറ്റ് എന്നാണ്. ഓക്കെ, ഇതില് സിമിലർ ജനറ്റിക് സിഗ്നൽസ് ഒക്കെ അവർക്കുണ്ട്. അതായത് ഈ ആര്യൻസിനും എല്ലാവർക്കും സിമിലർ ജനറ്റിക് സിഗ്നൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആ സമയത്ത് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാത്ത, ഇതുവരെ അറിയാത്ത ഹോഴ്സ് വന്നു. ഹോഴ്സിനെ അവർക്കറിയാം. അതിനെ അവർ വിളിച്ചിരുന്നത് അശ്വ എന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ അവെസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോഴ്സും ഹോഴ്സ് ചാരിയറ്റിനൊക്കെയാണ് അവെസ്റ്റ എന്ന് പറയുന്നത്. ഇത് മിത്ര എന്ന് പറഞ്ഞ ഗോഡിന്റെ പ്രയേഴ്സിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. കാരണം ഇത് മൊത്തം പ്രയേഴ്സ് ആണ്. ആ പ്രയേഴ്സിന്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു, ഇങ്ങനെ ദൈവങ്ങളുണ്ടായിരുന്നു, നമ്മൾ പൂജ ചെയ്തിരുന്നു, ഈ ലാംഗ്വേജാണ് സംസാരിക്കുന്നത്, അല്ലേ. അപ്പം അങ്ങനെ മിത്ര എന്ന് പറഞ്ഞൊരു ദൈവത്തിന് പ്രാർത്ഥിച്ചിരുന്ന പ്രയേഴ്സിന്റെ ഉള്ളിലാണ് ഹോഴ്സും ഹോഴ്സ് ചാരിറ്റിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഇലിയാദിലും ഒഡീസിയിലും ഈ ഹോഴ്സും ഹോഴ്സ് ചാരിറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി വാജപേയ എന്ന് പറയുന്നത് ഒരു സാക്രിഫൈസ് ആണ്, ഹോമം. ഓക്കെ, ഹോമം നടത്തിയിരുന്നതാണ്. ആ സമയത്ത് അവർ ഹോമം നടത്തിയിരുന്നു. ഓക്കെ, അത് ഗ്രീക്ക് ബുക്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രാക്ടീസിനെ പറ്റി. അതേപോലെ തന്നെ ഇത് ലേറ്റർ വേദിക് പ്രാക്ടീസ് ആയിട്ട് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവര് ഈ എഴുതാൻ വേണ്ടിയിട്ട് മറ്റേ താലിയോല എന്ന് പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, അത് യൂസ് ചെയ്തിരുന്നത് വിർച്ച് വുഡ് ആണ്. അതിനെ സാൻസ്ക്രിറ്റില് ബുർജ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് അവർ യൂസ് ചെയ്തിരുന്ന മെയിൻ ആയിട്ട് എഴുതാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ക്രിമേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇതിൽ ക്രിമേഷനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ ഇത് മെച്യൂർ ഹാരപ്പ സമയത്ത്, അതായത് ഇതിന്റെ തൊട്ടു മുമ്പുള്ള സമയം വരെ ഇതിനെ ക്രിമേഷൻ ഉണ്ടായിരുന്നില്ല. കത്തിച്ച് കളയായിരുന്നില്ലല്ലോ ബോഡി, അവര് കുഴിച്ചിടായിരുന്നില്ലേ ചെയ്യുന്നത്. അപ്പം ലേറ്റർ ഹാരപ്പൻ സമയത്ത് വരെ ഇതിന്റെ എവിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ വേദിക് ഏജ് തൊട്ട് ക്രിമേഷനെ പറ്റി പറയുന്നുണ്ട് അവര്. അതേപോലെ തന്നെ അവസ്ഥയിലും ഋഗ്വേദയിലും ഒരുമിച്ച് പറയുന്ന ഒരു കാര്യമായിരുന്നു ഫയർ വർഷിപ്പ്. അവര് തീയിട്ടിട്ട് അതിനെ വർഷിപ്പ് ചെയ്യുമായിരുന്നു. ഈ ഹോമൊക്കെ തീ വെച്ചിട്ടല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യം പറയുന്നത്. ഇനി ഈ സമയത്തുള്ള പൊളിറ്റിക്കൽ ലൈഫ് എങ്ങനെയായിരുന്നു നോക്കിയാലോ. ഋഗ്വേദയിൽ ഇപ്പം നമ്മൾ ആര്യൻസിനെ പറ്റി പറഞ്ഞു, ആ സമയത്തുള്ള ബുക്ക്, എങ്ങനെയാണ് ഇവരെ പറ്റി അറിഞ്ഞത്, അവർ എവിടെ നിന്നാണ് വന്നത്, ഇതൊക്കെ പഠിച്ചില്ലേ. ഇനി നമുക്ക് ആ വേദിക് ഏജിന്റെ പൊളിറ്റിക്കൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, അവരുടെ റിലീജിയൻ, അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പഠിച്ചാലോ. ആദ്യം നമുക്ക് പൊളിറ്റിക്കൽ ലൈഫ് പോവാം. ഓക്കെ, അവരുടെ പൊളിറ്റിക്കൽ ലൈഫ്. ഇവർക്ക് സത്യത്തിൽ ആ ഒരു സമയപ്പോഴേക്കും രാജാവിന് ഒരു പേര്, ട്രൈബ്സിന് ഒരു പേര്, അങ്ങനെ ഓരോന്നിനും അവരുടേതായിട്ടുള്ള ഒരു പേരുണ്ടായിരുന്നു. ഈ പേര് വെറുതെ വിടരുത്, കാരണം മാച്ച് ഇൻ ദ ഫോളോയിങ്, അതേപോലെ തന്നെ MCQയിലൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. സോ ഇത് എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല കേട്ടോ ഈ ടേംസ്. ട്രൈബ്, അവിടുത്തെ ആൾക്കാരെ പറയുന്നത് ജന, സിമ്പിൾ അല്ലേ, നമ്മളും ജനങ്ങൾ എന്നല്ലേ പറയുന്നത്. പിന്നെ അവരുടെ ചീഫ്, അവരുടെ രാജാവിന് എന്താ പറയുന്നത്, നമ്മൾ പറയണ പോലെ തന്നെ രാജൻ. പിന്നെ അതേപോലെ തന്നെ ഈ രാജന് അവര് ഗോപതി അല്ലെങ്കിൽ ഗോപ എന്ന് വിളിക്കും.
കാരണം ആ സമയത്ത് അവരുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് കൗവായിരുന്നു. അതായിരുന്നു അവരുടെ വെൽത്തും. അപ്പൊ ഈ കൗവിനെ രക്ഷപ്പെടുത്തുന്ന പ്രൊട്ടക്ടർ ഓഫ് കൗ എന്നാണ് അതിന്റെ അർത്ഥം. ഈ രാജാവായിരുന്നു കൗവിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ സമ്പത്തും എല്ലാം രക്ഷപ്പെടുത്തുന്നത് നമ്മൾ രാജാവാന്ന് പറഞ്ഞ പോലെ ആ സമയത്ത് ഇവരുടെ സമ്പത്ത് കൗ ആയതുകൊണ്ട് പശുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് രാജാവ്. ഓക്കെ. അത് കഴിഞ്ഞ് മഹിഷി എന്നാണ് ക്വീനിനെ പറയുന്നത്. ഓക്കെ. ക്വീൻ. പിന്നെ ഈ രാജാവിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്താന്ന് നോക്കിയാലോ? രാജാവിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജനങ്ങളെ രക്ഷിക്കുക. ഓക്കെ, പ്രൊട്ടക്ട് ജന ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റിലിനെയും ജനങ്ങളെയും രക്ഷപ്പെടുത്തുക ഫ്രം എനിമീസ്. ഇതാണ് രാജാവിന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. അതേപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതിനാണ് ഈ സാക്രിഫൈസ് ഒക്കെ ഉള്ളത്. ഓക്കെ, പ്രേ ടു ഗോഡ് ഫോർ ജനാസ്. ഇതാണ് ആളുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. പിന്നെ ഈ രാജാവിന്റെ പൊസിഷൻ എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊസിഷൻ ഹെറിഡിറ്ററി ആണ്. അതായത് അച്ഛൻ മകന്, മകൻ മകന്റെ മകന്, അങ്ങനെയായിരിക്കും ഇതിന്റെ പോകുന്നത്. ഹെറിഡിറ്ററി ആണ്. ഓക്കെ. അതേപോലെ തന്നെ മൊണാർക്കിയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഒരു രാജ്യം മൊത്തം ഒരു രാജാവാണ് ആ സമയത്ത് ഭരിച്ചിരുന്നത്. ചില സമയത്ത്, അതായത് ചില ഇൻസ്റ്റൻസിൽ എലക്ഷനെ പറ്റിയിട്ട് അവർ പറയുന്നുണ്ട്. ഓക്കെ. പക്ഷെ മെയിൻ ആയിട്ട് അത് ഹെറിഡിറ്ററി തന്നെയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കുറെ ട്രൈബൽ അസംബ്ലീസിനെ പറ്റി പറയുന്നത്, അതായത് രാജാവും ആൾക്കാരും തമ്മിൽ കുറെ മീറ്റിംഗ് ഒക്കെ നടക്കുമായിരുന്നു. ട്രൈബൽ അസംബ്ലിനെ പറ്റി ഒരുപാട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു നോക്കിയാലോ? അവർ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിരുന്നതിന് ആദ്യം പറയുകയാണെങ്കിൽ പുരോഹിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രീസ്റ്റ്. അവരാണ് റിച്വൽ ഒക്കെ നടത്തിയിരുന്നത്. അതിന് തിരിച്ച് അവർക്ക് ദാനങ്ങളും അതേപോലെ തന്നെ ദക്ഷിണാസാണ് കൊടുത്തിരുന്നത്. ഈ പശു എത്ര ഇമ്പോർട്ടൻസ് ആന്ന് പറയണമെങ്കിൽ പശുവിനെയാണ് തിരിച്ച് ഇവർ ചെയ്യുന്ന പൂജ, ഈ പുരോഹിത അല്ലെങ്കിൽ പ്രീസ്റ്റ് വന്ന് നമുക്ക് വേണ്ടി ഒരു പൂജ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ദക്ഷിണയായിട്ട് കൊടുക്കുന്നത് കവ്വൊക്കെയായിരുന്നു. ഓക്കെ, അവർക്ക് തിരിച്ച് ദക്ഷിണ അല്ലെങ്കിൽ ദാനങ്ങളൊക്കെ കൊടുക്കും. അതാണ് പുരോഹിത്. പിന്നെ സേനാനി ഉണ്ടായിരുന്നു അവർക്ക്. സേനാനി എന്ന് പറയുന്നത് ആർമി ചീഫ് ആയിരുന്നു. ഓക്കെ. അതേപോലെ തന്നെ ഈ ടെറിട്ടറി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടു കൺട്രോൾ ടെറിട്ടറി ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. ആ ഓഫീസർ ആയിരുന്നു വ്രജ്പതി. ഓക്കെ, ഈ പേരൊക്കെ മറക്കരുതേ. വ്രജ്പതി, സേനാനി, പുരോഹിത്. ഇനി ഗ്രാമിണി ഉണ്ടായിരുന്നു. അവരാണ് വില്ലേജ് ലീഡർ. വില്ലേജ് ലീഡർ എന്ന് പറയുന്നത് ഗ്രാമിണിയായിരുന്നു. ഓക്കെ. അതേപോലെ ആ സമയത്ത് ടാക്സിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യുന്ന ഓഫീസറിനെ പറ്റിയിട്ടൊന്നും ഒരു എവിഡൻസും ഇല്ല. അതുകൊണ്ട് ടാക്സ് ഓഫീസർ നോ എവിഡൻസ്. അപ്പൊ ആ സമയത്ത് എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ സമയത്ത് ടാക്സ് കളക്ട് ചെയ്തിരുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞ് കുറെ അസംബ്ലീസിനെ പറ്റി ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. പല അസംബ്ലീസ് ഉണ്ട്. അതിനെ പറ്റി നോക്കിയാലോ? ഓക്കെ, അസംബ്ലീസ് പറയുകയാണെങ്കിൽ സഭ എന്ന് പറയുന്നത് എലൈറ്റ് ആൾക്കാരുണ്ടല്ലോ, കുറച്ച് റിച്ച് ആയവരും ഈ കിങ്ഡത്തിന്റെ ഉള്ളിലുള്ള എലൈറ്റ് ആൾക്കാർ, ഒരു ചെറിയൊരു സ്മോൾ ബോഡി, അവരുടെ മീറ്റിങ്ങിനെയാണ് ഈ സഭ എന്ന് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് സമിതി ഉണ്ടായിരുന്നു. സമിതി എന്ന് പറയുന്നത് ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ജനറൽ പബ്ലിക് മെമ്പേഴ്സ് ആയിരിക്കും അതിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. അവരുടെ ഹെഡ്, അതിന്റെ ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീറ്റിംഗ് ആണ് വിധാത എന്ന് പറയുന്നത് ട്രൈബൽ അസംബ്ലി. അവരവരായിട്ട് തന്നെ അസംബ്ലി ചെയ്ത് സംസാരിക്കുന്നതിനെയാണ് ട്രൈബൽ അസംബ്ലി. അവർ കുറച്ച് ഗ്രൂപ്പായിട്ട് മീറ്റ് ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ജന എന്ന് പറയുന്നതാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ട്രൂപ്സ്. ഓക്കെ. ഈ സഭയും വിധാതയും ഉണ്ടല്ലോ, അതായത് ഈ എലൈറ്റിന്റെ സ്മോൾ ബോഡിയും അതേപോലെ തന്നെ വിധാത ട്രൈബൽ അസംബ്ലിയിലാണ് മെയിൻ ആയിട്ട് വിമൺ ഉണ്ടായിരുന്നത്. ഓക്കെ, വിമന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ സഭയിലും വിധാതയിലും മാത്രമായിരുന്നു. പിന്നെ ഈ ഒരു സമയത്ത് റെഗുലർ ആയിട്ട് ആർമി ഉണ്ടായിരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ രാജാവൊക്കെ ഉണ്ടായി എന്താ ആർമി ഇല്ലാത്തതെന്ന്? പക്ഷെ ഏർലി വേദിക് പീരീഡിൽ റെഗുലർ ആയിട്ട് ആർമി ഉണ്ടായിരുന്നില്ല. പക്ഷെ വാർ നടക്കാൻ സാധ്യതയുണ്ടല്ലോ ഈ കവിന് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ഈ വാർ നടക്കുവാണെങ്കിൽ ജനങ്ങൾ തന്നെ അസംബിൾ ചെയ്യും. ഓക്കെ, അസംബിൾ ഫ്രം ജനാസ് അസംബിൾ ചെയ്ത് ജനങ്ങൾ അസംബിൾ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ആ സമയത്ത് സ്വാഡ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. ഓക്കെ, സ്വാഡ് യൂസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ബോ ആൻഡ് ആരോസ് ഉണ്ടായിരുന്നു. പിന്നെ ഹെൽമെറ്റും ഉണ്ടായിരുന്നു.
ഓക്കെ. ഇത്രയും സാധനങ്ങൾ ആ സമയത്ത് യുദ്ധത്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു. പിന്നെ ആ സമയത്ത് യുദ്ധം എന്നൊക്കെ പറയുകയാണെങ്കിൽ 2 മെയിൻ കോൺഫ്ലിക്റ്റ് ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഏർലി വേദിക് പീരീഡിന്റെ സമയത്ത്. ആ കോൺഫ്ലിക്റ്റുകൾ ഏതാന്ന് നോക്കിയാലോ? 2 മെയിൻ കോൺഫ്ലിക്റ്റ്. ഇത് ഈ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആര്യൻസിന്റെ സർവൈവലിന് വേണ്ടിയിട്ടാണ് ഈ മെയിൻ ആയിട്ട് ഈ 2 കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെപ്പറ്റി പറയുന്നത് ഋഗ്വേദയിലാണ്. ഋഗ്വേദയിൽ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇവർ ആദ്യമായിട്ട് ഈ നാട്ടിലോട്ട് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പോപ്പുലേഷൻ ഉണ്ടല്ലോ, ഇൻഡിജിനസ് പോപ്പുലേഷൻ, ആ പോപ്പുലേഷന്റെ കൂടെയാണ് ഇവർ ആദ്യത്തെ യുദ്ധം നടന്നത്. അപ്പൊ ഈ ഭരത് എന്ന് പറഞ്ഞൊരു കിങ് ഉണ്ടായിരുന്നു. ഓക്കെ. ഭരത് ഭരത് കിങ് പേരായിരുന്നു. ഭരത് എന്ന് പറഞ്ഞ കിങ് അല്ല, ഭരത് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തിന്റെ കിങ് ആയിരുന്നു ദിബുദാസ. ഓക്കെ. അപ്പൊ ദിബുദാസ ഈ ദാസയുടെ റൂളറിനെ ഡിഫീറ്റ് ചെയ്തു. ഡിഫീറ്റഡ് ദാസ റൂളർ. ആളുടെ പേരെന്തായിരുന്നു? സംബാര. ഓക്കെ. അപ്പം ഭരതന്മാരുടെ കിങ് ആയ ദിബുദാസ ദാസകളുടെ കിങ് ആയിട്ടുള്ള സംബാരനെ ഡിഫീറ്റ് ചെയ്തു. ആ ഒരു യുദ്ധമായിരുന്നു ഇൻഡിജിനസ് പീപ്പിൾ ആയിട്ട് ആര്യൻസ് നടത്തുന്നത്. രണ്ടാമത് ഒരു യുദ്ധം നടന്നു. അതിനെ പറയുന്നത് ബാറ്റിൽ ഓഫ് 10 കിങ്സ് എന്നാണ്. ഓക്കെ. ബാറ്റിൽ ഓഫ് 10 കിങ്സ്. അത് ബിറ്റ്വീൻ ഈ ആര്യൻസും തമ്മിൽ ഉണ്ടായ ഒരു യുദ്ധമായിരുന്നു. അത് ഈ ആ സമയത്ത് ഉണ്ടായിരുന്ന ഭരത് എന്ന് പറഞ്ഞ ആൾക്കാരുടെ ചീഫ് ആരായിരുന്നു? ഭരത ചീഫ് സൂദാസ്. ഓക്കെ. ഈ സൂദാസ് വേറെ 10 ആര്യൻ കിങ്സ് ആയിട്ടാണ് ഇവര് യുദ്ധം നടത്തിയത്. ഓക്കെ. ഇതില് ഈ 10ല് 5 പേരും ആര്യൻ ട്രൈബ്സ് ആയിരുന്നു. ഓക്കെ. അതിനെ പറയുന്നത് പഞ്ച് ജന. ഇതാണ് ഈ 10 കിങ് ആയിട്ട് ഫൈറ്റ് ചെയ്തതില് 10ൽ 5 പേര് ആര്യൻ ട്രൈബ്സ് ആയിരുന്നു. അവരെ വിളിക്കുന്നത് പഞ്ചജന എന്നായിരുന്നു. ഓക്കെ. ബാക്കി 5 പേര് നോർമൽ ട്രൈബ്. ഓക്കെ. അപ്പൊ ഈ 5 പേര് ആരൊക്കെയാ നോക്കിയാലോ? യദു, ദുർവാസ, പുരു, അനു, ധ്രുവ. ഓക്കെ. അപ്പൊ ഈ 5 ആര്യൻ ട്രൈബ്സുകൾ ഒരുമിച്ച് പഞ്ച് ജന എന്ന് പറഞ്ഞവരും അതേപോലെ തന്നെ ബാക്കി 5 നോർമൽ ട്രൈബ്. ഇതാണ് മൊത്തം 10 അതർ കിങ് എന്ന് പറയുന്നത്. ഈ 10 പേരെയും ഭരതിന്റെ ചീഫായ സുദാസുമായിട്ട് ഫൈറ്റ് ചെയ്തു. അതാണ് ബാറ്റിൽ ഓഫ് 10 കിങ്സ് എന്ന് പറഞ്ഞ ആ ഒരു യുദ്ധം നടന്നത്. ഓക്കെ. ഇതിന് ശേഷം ലേറ്റർ ഈ ഭരദാസ്, അതായത് ഭരദാസിന്റെ ആൾക്കാര് പുരു ട്രൈബിന്റെ കൂടെ കൂടി. ഓക്കെ. എന്നിട്ട് അവർ ഒരുമിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തായിരുന്നു കുരു ട്രൈബ്. ഓക്കെ. ഈ പുരു എന്ന് പറയുന്നത് ഈ 5 പേരിൽ 5 ആര്യൻ ട്രൈബ്സ് ആയിട്ട് ഫൈറ്റ് ചെയ്തതിൽ ഈ പുരു ഉണ്ടല്ലോ, ഈ പുരുവായിട്ട് ഭരദാസ് കൈകോർത്ത് അവര് ഒരുമിച്ച് കുരു ട്രൈബ് ഉണ്ടാക്കി. ഓക്കെ. ഇതില് ഭരത് ട്രൈബിന് ഋഗ്വേദയില് ഭരത് വർഷ എന്നാണ്. അപ്പൊ ഋഗ്വേദയിൽ പറയുന്ന ഭരത് വർഷ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭരദാസിനെയാണ്. ഓക്കെ. ഭരത് വർഷ എന്ന് പറയുന്നത് ഋഗ്വേദയിൽ. പിന്നെ ലേറ്റർ ഈ പഞ്ചജന 5 ട്രൈബായിട്ട് ലേറ്റർ ഈ പഞ്ചജനയുടെ കൂടെ മൊത്തത്തില് ഈ ഭരദാസ് ഒരു കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പർ ഗംഗാ പ്ലെയിൻസിലാണ് അതുണ്ടാക്കിയത്. ഈ വരുന്ന വലിയ കിങ്ഡം നമ്മൾ മെല്ലെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഇത് ഓരോരോ ട്രൈബിന്റെ ഗ്രൂപ്പ് ആയിരുന്നു. ആ ഗ്രൂപ്പിന്റെ ലീഡേഴ്സും ആയിരുന്നു ഇവര്. ഭരത് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ ദിബുദാസിയും അതേപോലെ തന്നെ ദാസ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന്റെ ലീഡറായ സംഭാരും തമ്മിൽ ആദ്യമായിട്ട് യുദ്ധം നടത്തി. പിന്നെ ബാറ്റിൽ ഓഫ് 10 കിങ്സ് ആര്യൻസ് തന്നെ തമ്മിൽ ഭരതന്റെ ചീഫായിട്ടുള്ള സുദാസും ബാക്കി 10 കിങ്സ് ആയിട്ടും. അതിൽ 5 പേര് ആര്യൻ കിങ്സുകളായിരുന്നു. പഞ്ചജന ഞാൻ പറഞ്ഞു, യദു, ദുർവാസ, പുരു, അനു, ധ്രുയു. ഇവര് മൊത്തം പേരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭരദാസും പുരും കൂടെ കൂടിയിട്ട് കുരു ട്രൈബ് ഉണ്ടാക്കി. ലേറ്റർ ഈ പഞ്ചജന എല്ലാവരും കൂടെ കൂട്ടിയിട്ട് അവർ മൊത്തത്തിൽ ഒരു കിങ്ഡം അപ്പർ ഗംഗ പ്ലെയിൻസിൽ പോയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് നമ്മൾ എന്തായാലും പഠിക്കാം. അപ്പൊ പൊളിറ്റിക്കലൊക്കെ നമ്മൾ നോക്കിയില്ലേ. ഇനി നമുക്ക് ഇവരുടെ സോഷ്യൽ ലൈഫ് നോക്കിയാലോ? ഓക്കെ. സോഷ്യൽ ലൈഫ് നോക്കാം. അതില് ഈ സോഷ്യൽ ലൈഫ് അവരുടെ ബേസിസ് എന്ന് പറയുന്നത് കിങ്ഷിപ്പ് ആയിരുന്നു. കിങ്ഷിപ്പ് ബേസ്ഡ് ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഈ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. അതായത് അവരുടെ ഫാമിലി ഉണ്ടല്ലോ, ഫാമിലിനെ അവർ പറയുന്നത് കുല. ഓക്കെ.
കുല അതായിരുന്നു ബേസിക് യൂണിറ്റ്. അതിന്റെ ചുറ്റുമാണ് ഇവരുടെ മെയിൻ എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത്. ഫാമിലി ബേസ്ഡ് ആയിരുന്നു ഇവരുടെ മെയിൻ ഇത്. അപ്പൊ ഈ ഫാമിലിയുടെ ഹെഡ് ഉണ്ടല്ലോ, അതാണ് കുലബ. ഫാമിലി ഹെഡ് എന്ന് പറയുന്നത് കുലബ. അതേപോലെ തന്നെ ഈ കുല എന്ന് പറയുന്ന ഈ ഫാമിലി, ഓക്കെ, ഈ ഫാമിലി വലിയൊരു ലാർജർ ഗ്രൂപ്പിന്റെ പാർട്ടായിരുന്നു. പാർട്ട് ഓഫ് ലാർജർ ഗ്രൂപ്പ്. അതിന്റെ പേരാണ് വിസ്. അതാണ് ക്ലാൻ. ആ ഒരു ക്ലാൻ എന്ന് പറയത്തില്ലേ. അപ്പം ഫാമിലിയുടെ ഹെഡ് കുലബ, ഫാമിലി ഒരു വലിയൊരു ലാർജർ ഗ്രൂപ്പിന്റെ ഒരു പാർട്ടായിരുന്നു. വിസ് എന്ന് പറഞ്ഞൊരു ലാർജർ ഗ്രൂപ്പ് ക്ലാൻ്റെ. ഓക്കെ, ഈ ക്ലാൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് ടുഗദർ ആണ് ഒരു ട്രൈബ് വരുന്നത്. അതായത് അവിടുത്തെ ജനങ്ങൾ അല്ലെ, ട്രൈബ് വരുന്നത്. ഈ ട്രൈബ് എന്ന് പറയുന്നതാണ് ലാർജസ്റ്റ് സോഷ്യൽ യൂണിറ്റ് വരുന്നത് ഒരു സൊസൈറ്റിയുടെ. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഇടണം കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും അറ്റൻഡൻസ് ലൈക്ക് അടിച്ചിട്ട് ഇടണം. അതാകുമ്പോൾ എത്ര പേര് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് നോക്കാമല്ലോ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഇടാം. അടുത്ത ക്ലാസ്സിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പോകത്തുള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത് ഫാമിലി. ഇവരുടെ ഫാമിലി എങ്ങനെയായിരുന്നു? ഇവരുടെ ഫാമിലി പാട്രിയാർക്കലായിരുന്നു. പാട്രിയാർക്കൽ ഫാമിലി ആയിരുന്നു ഇവരുടെ. അതായത് ഫാമിലിയുടെ ഹെഡ് എന്ന് പറയുന്നത് ഫാദർ ആയിരിക്കും, അച്ഛനായിരിക്കും ഒരു ഫാമിലിയുടെ നാഥൻ അല്ലേ. അപ്പം മാരേജ് ഒക്കെ ഈ സമയപ്പോഴേക്ക് ഒരു എന്താ പറയാ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന സമയമായിരുന്നു. അതേപോലെ തന്നെ മാരേജ് തുടങ്ങി, പക്ഷെ ചൈൽഡ് മാരേജിന്റെ ഒരു എവിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതേപോലെ തന്നെ സതിയും ആ സമയത്ത് പറയുന്നില്ല, സതിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെറിയ ഇൻസ്റ്റൻസസിൽ റീമാരേജിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, റീമാരേജുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്, ചില സമയത്ത്. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ട് മോണോഗമി, അതായത് ഒരു പാർട്ട്ണറാണ്, മോണോഗമസ് ആയിരുന്നു, മോണോഗമസ് സൊസൈറ്റി ആയിരുന്നു. ഒരു ഭർത്താവിന് ഒരു ഭാര്യ, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്, അത്രേ ഉള്ളൂ. അതായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ചില സ്ഥലത്ത് പോളിഗമി ഉണ്ടായിരുന്നു. ഒരു ഭർത്താവിന് 2 ഭാര്യമാര്, അങ്ങനെയൊക്കെ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സിനാണ് പോളിഗമി എന്ന് പറയുന്നത്. ചില സമയത്ത് മാത്രം കേട്ടോ. അല്ലാണ്ട് മെയിൻ ആയിട്ട് മോണോഗമസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ സൊസൈറ്റിയിൽ കാസ്റ്റ് ഡിവിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നോ കാസ്റ്റ് ഡിവിഷൻ. കാസ്റ്റ് എന്ന് പറയുന്ന സംഭവം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഒക്യുപ്പേഷൻ, അതായത് അവരുടെ ജോലി അവരുടെ ബർത്ത് അനുസരിച്ചായിരുന്നില്ല. അതായത് ഒരാളുടെ മോൻ ഇപ്പൊ ഒരു ഫാമറുടെ മോനാണെങ്കിൽ മോൻ ഫാമർ ആവണം, അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒക്യുപ്പേഷൻ നോട്ട് ബേസ്ഡ് ഓൺ ബർത്ത്. ഓക്കെ, അതേപോലെ തന്നെ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആ സമയത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിരുന്നു. അവരെങ്ങനെയാണ് ഇരുന്നിരുന്നത്, അതായത് വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ എന്നൊക്കെ. അപ്പൊ അവരുടെ വർണ്ണ ശരിക്കും പറഞ്ഞ അസോസിയേറ്റഡ് വിത്ത് ആ കളർ ആയിരുന്നു. വർണ്ണാസ് were based on colors of the person. അതേപോലെ തന്നെ കളർ അനുസരിച്ച് ഡിസ്റ്റിങ്ഷൻ വരുത്തിയിട്ടാണ് അവിടെ ഒരു സോഷ്യൽ ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നത്. സോഷ്യൽ ഓർഡർ ബൈ കളർ ഡിസ്റ്റിങ്ഷൻസ്. അവര് ആ സമയത്ത് കുറച്ച് റേസിസ്റ്റ് ആയിരുന്നു. ഓക്കെ, അതിന്റെ ബേസിലാണ് അവർ സോഷ്യൽ ഓർഡർ ഒക്കെ കൊണ്ടുവരാൻ നോക്കിയത്. സോഷ്യൽ ഡിവിഷൻ വരുന്നത് അവിടുത്തെ ഈ ആര്യൻസ് ഇവിടെ വന്നിട്ട് ഇൻഡിജിനസ് പീപ്പിളിനെ കോങ്കർ ചെയ്തല്ലോ. അപ്പൊ അവർ കോങ്കർ ചെയ്ത് ബേസ്ഡ് ആയിട്ടാണ് അവിടെ സോഷ്യൽ ഡിവിഷൻ ഒക്കെ വരുന്നത്. അതത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. ഓക്കെ, അപ്പൊ അത് വിട്ടേക്ക്. നമുക്ക് മെയിൻ ആയിട്ട് ഈ 4, അതായത് ഈ 10ാമത്തെ മണ്ഡലയില് പുരുഷുക്ത എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഓക്കെ, പുരുഷുക്ത എന്ന് പറഞ്ഞ പാട്ട്. ഈ ഒരു പാട്ടിലാണ് 4 വർണ്ണാസിനെ പറ്റി പറയുന്നത്. അതായത് 4 കാസ്റ്റിനെ പറ്റി, വർണ്ണാസിനെ പറ്റി പറയുന്നത് ഈ 10ാമത്തെ മണ്ഡലയിൽ പുരുഷുക്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഉറപ്പിച്ചു പറയാം, ഇത് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എൻഡ് ഓഫ് ഋഗ്വേദിക് ഏജ്. അതായത് ഋഗ്വേദിക് ഏജിന്റെ എൻഡ് ഒക്കെ ആകുമ്പോഴൊക്കെയാണ് വർണ്ണ സിസ്റ്റം ഒക്കെ വന്നത്. അപ്പൊ ഇപ്പൊ പറയുമ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏർലി വേദിക് ഏജില് വർണ്ണ എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റിങ്ഷനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ട്രൈബൽ ആൾക്കാരുണ്ടല്ലോ, അവര് ഈക്വൽ ആയിരുന്നു. അതേപോലെ തന്നെ അവർക്ക് ഈക്വൽ റൈറ്റ്സും ആയിരുന്നു. അവരുടെ ഇടയിൽ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് ഇഗാലിറ്റേറിയൻ ആയിരുന്നു. അതിനെയാണ് ഇഗാലിറ്റേറിയൻ എന്ന് പറയുന്നത്, ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഈക്വൽ പീപ്പിൾ. ഓക്കെ, അപ്പൊ സോഷ്യൽ ഇത് കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് അവരെ എക്കണോമിക്കൽ സ്ട്രക്ചർ, എക്കണോമി എങ്ങനെയായിരുന്നു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൗ അതേപോലെ തന്നെ ബുള്ളായിരുന്നു അവരുടെ മെയിൻ സംഭവം. അതുകൊണ്ട് തന്നെ എല്ലാ ടെക്സ്റ്റിലും ഈ കൗ ആൻഡ് ബുള്ളിനെ പറ്റി ലോഡ് ഓഫ് റെഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവര് മെയിൻ ആയിട്ട് പാസ്റ്റോറൽ സൊസൈറ്റി ആയിരുന്നു.
ഓക്കെ. പാസ്റ്റോറൽ സൊസൈറ്റി ആയിരുന്നു അവര് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഈ യുദ്ധങ്ങൾ നടക്കുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ടു ക്യാപ്ചർ കൗസ്. കൗസിന് ഏറ്റവും കൂടുതൽ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അവർ യുദ്ധം വരെ നടത്തിയിരുന്നത്. കാരണം അവരാണ് അവരുടെ ബേസിക് വെൽത്ത്. അവർക്ക് കാശില്ലാത്തതുകൊണ്ട് തന്നെ മണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അത് കൗസ് ആയിരുന്നു അവിടുത്തെ ബേസിക് വെൽത്ത് എന്ന് പറയുന്നത്. ഈ കൗവിന് വേണ്ടി നടക്കുന്ന ഈ വാർ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്നത് ഗവിഷ്ടി എന്നാണ്. ഓക്കെ. ഗവിഷ്ടി എന്നാണ് ആ കൗവിന് വേണ്ടി നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വാറിനെ പറയുന്നത്. അതിന്റെ വേറെ പേരാണ് സെർച്ച് ഫോർ കൗസ്. ഓക്കെ. ഇനി ഇതിന്റെ മെയിൻ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ പ്രീസ്റ്റിന് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൊണേഷൻ ആയിട്ടും ഈ കൗവാണ് കൊടുത്തിരുന്നത്. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ആ കൗവിന് വേണ്ടിയിട്ട്. ആ സമയത്ത് അപ്പൊ ലാൻഡ് ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ ചോദിക്കും അല്ലെ. ലാൻഡിന് ആ സമയത്ത് ഒരു ഇമ്പോർട്ടൻസും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ എല്ലാവർക്കും ലാൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലാൻഡ് സ്കാസിറ്റി അല്ലെങ്കിൽ ലാൻഡ് ഇല്ലായ്മയൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് ലാൻഡിന് ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്നത്. ആ സമയത്ത് അത്രയും ലാൻഡ് ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലാൻഡിന് ഒരു ഇമ്പോർട്ടൻസും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ സ്വന്തമായിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഇത് എന്റെ സ്ഥലമാണെന്ന് പറയുന്ന ആ ഒരു സംഭവം ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി. പിന്നെ നിഷ്ക ഉണ്ടായിരുന്നു. എന്താണ് നിഷ്ക? നിഷ്ക എന്ന് പറയുന്നത് ഗോൾഡ് കോയിൻസ്. ഓക്കെ. ഗോൾഡ് കോയിൻസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവർ വലിയ ലാർജ് ട്രാൻസാക്ഷന് വേണ്ടി മാത്രമാണ് അവർ ഗോൾഡ് കോയിൻസ് യൂസ് ചെയ്തിരുന്നത്. ലാർജ് ട്രാൻസാക്ഷന് വേണ്ടി മാത്രമാണ് ഗോൾഡ് കോയിൻസ് യൂസ് ചെയ്തിരുന്നത്. അല്ലാണ്ട് ട്രേഡ് എപ്പോഴും മെയിൻ ആയിട്ട് നമ്മുടെ പണ്ടത്തെ പോലെ തന്നെ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. ഓക്കെ. ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. അതേപോലെ തന്നെ കൗ ഓൾസോ ഒരു ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ആയിരുന്നു ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ കിങ്ഡം, അതായത് കിങ്ങിന് എങ്ങനെയാണ് കാശ് കിട്ടിയിരുന്നത്? കാരണം ടാക്സ് ഇല്ലല്ലോ. കിങ്ഡം ഫംഗ്ഷൻ ചെയ്യുന്നത് ബലി ബേസ്ഡ് ആയിരുന്നു. അതായത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും കിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കാം. അതായത് നമ്മൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും കൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എത്ര കാശുണ്ടായിരുന്ന ഒരു ഇത്തിരി ഭാഗം കൊണ്ടു കൊടുക്കാം. അതായത് നമുക്ക് സ്വന്തമായിട്ട് തോന്നുന്ന എത്രയാണോ അത്രയും. ഓക്കെ. അപ്പൊ വോളണ്ടറി ഓഫറിങ്, അതാണ് ബലി എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് കിങ്ഡം ശരിക്കും ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാണ്ട് അവർക്ക് ഒരു റെഗുലർ ഇൻകം ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഇനി അവരുടെ ക്രാഫ്റ്റ് പറയാം നമുക്ക്. അല്ലെ, ക്രാഫ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇത്രയും കാലഘട്ടം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ക്രാഫ്റ്റ് പറയുകയാണെങ്കിൽ ആ സമയത്ത് കാർപ്പന്റർ ഉണ്ടായിരുന്നു, ചാരിയറ്റ് മേക്കർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചാരിയറ്റ് ഉണ്ടായിരുന്നു അല്ലെ. ചാരിയറ്റ് മേക്കർ, ബീവർ, പിന്നെ പോട്ടർ, അതുകൊണ്ട് പോട്ടറി ഉണ്ടായിരുന്നു, ലെതർ മേക്കർ. ഇവരെല്ലാരും ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതൊക്കെ ഋഗ്വേദയിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലായത്. പിന്നെ അവരുടെ മെയിൻ ആക്ടിവിറ്റി എന്തായിരുന്നു അറിയോ? ചാരിയറ്റ് റേസിങ്ങും അതേപോലെ തന്നെ ഡൈസ് ഗാംബ്ലിങ്ങും, പകിടകളി. പിന്നെ അതേപോലെ തന്നെ ചാരിറ്റ് റേസിംഗ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മഹാഭാരത ഏജ് ഒക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ എന്താ പറയാ പാസ്റ്റ് ടൈം ആക്ടിവിറ്റീസ്. പോപ്പുലർ ആയിരുന്നു ഈ സംഭവങ്ങളൊക്കെ. പിന്നെ അയാസ് എന്ന് പറയുന്നതായിരുന്നു, അയാസ് എന്ന് പറയുന്നതാണ് കോപ്പർ അല്ലെങ്കിൽ ബ്രോൺസിനെയാണ് അവർ അയാസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അയൺ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ. പക്ഷെ ഈ വേദിക് ഏജ് ആയപ്പോഴേക്കും അയൺ ഒരു എവിഡൻസും ഇല്ല. അയൺ ടെക്നോളജി ഒന്നും ഇവിടെ കണ്ടുപിടിച്ചിട്ടേ ഇല്ല. അതൊക്കെ പോയി. അയൺ എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ ഇല്ല. ഫുൾ കോപ്പർ ആൻഡ് ബ്രോൺസ് മാത്രമാണ്. അതുകൊണ്ട് അതിന്റെ റെഫറൻസ് മാത്രമാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. ഇനി ഇവരെങ്ങനെയാണ് സഞ്ചരിച്ചിരുന്നത്? അവരുടെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരുന്നു? അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ബുള്ളക്കാറ്റ്സ്, അതേപോലെ തന്നെ കളവണ്ടി, കുതിര, അതേപോലെ തന്നെ ഹോഴ്സ് ചാരിയറ്റ്. ഇതൊക്കെ ഇങ്ങനെയായിരുന്നു അവര് ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ചില റെഫറൻസ് നമുക്ക് സീയും ബോട്ടൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീയും ബോട്ടൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ അത് കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? ആ സമയത്ത് മെയിൻ ആയിട്ടുണ്ടായിരുന്ന റിലീജിയൻ. അവരുടെ റിലീജിയനെ പറ്റി പറഞ്ഞാലോ? അവര് മെയിൻ ആയിട്ട് നാച്ചുറൽ ഫോഴ്സസിനെയാണ് അവര് വർഷിപ്പ് ചെയ്തിരുന്നത്. അല്ലാണ്ട് അവർക്ക് ദൈവങ്ങളോ ഐഡൽ വർഷിപ്പോ ടെമ്പിളോ അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. നാച്ചുറൽ വർഷിപ്പ് ആയിരുന്നു അവരുടെ മെയിൻ. നേച്ചറിൽ അവർ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങൾ എർത്ത്, ഫയർ, വിൻഡ്, റെയിൻ, തണ്ടർ എക്സെട്ര. ഇതിനെയൊക്കെ ഡിഫറെന്റ് ദൈവങ്ങളായിട്ടാണ് അവർ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് കുറെ പൂജകൾ നടത്തും. ആ പൂജ എന്നെ പറയുന്നതാണ് യജ്ഞാസ്.
യജ്ഞാസ് എന്നാണ് ആ പൂജേനെ പറയുന്നത് ഈ ദൈവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിന്. ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നോ ഐഡൽ വർഷിപ്പ്, അതേപോലെ തന്നെ നോ ടെമ്പിൾ എവിഡൻസ്. ഇത് രണ്ടും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം പ്രേയേഴ്സ് ആൻഡ് സാക്രിഫൈസ് ആണ് മെയിൻലി അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവര് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രേ ചെയ്തിരുന്നത്? ഈ രാജാവാണല്ലോ നടത്തിയിരുന്നത്. പ്രേ ചെയ്തിരുന്നത് മൊത്തം പ്രജകൾക്ക് വേണ്ടി, പശുവിന് വേണ്ടി, ആനിമൽസ് ആൻഡ് ഫുഡ്, മര്യാദയ്ക്ക് അവർക്ക് ഭക്ഷണം കിട്ടണം. ഇതിനു വേണ്ടിയിട്ടാണ് അവർ മൊത്തം പ്രേയേഴ്സും സാക്രിഫൈസും ഒക്കെ ചെയ്തിരുന്നത്. ഇനി ഇവർ പല ദൈവങ്ങളായിട്ടാണ് ഈ നാച്ചുറൽ ഫോഴ്സസിനെ പ്രാർത്ഥിച്ചിരുന്നതെന്ന് പറഞ്ഞല്ലോ. അവരെ കുറച്ച് ദൈവങ്ങൾ നോക്കിയാലോ. അതിൽ ആദ്യം വരുന്നതാണ് ഇന്ദ്രദേവൻ. അത് തണ്ടർ ഗോഡ് അല്ലെങ്കിൽ റെയിൻ ഗോഡ് എന്നൊക്കെ പറയും. തണ്ടർ ഗോഡാണ് ആള് മെയിൻ ആയിട്ട്. ആളാണ് ഏറ്റവും പോപ്പുലർ ആ സമയത്ത്. ഓക്കെ, ഈ ദൈവമാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് ഉണ്ടായിരുന്നത്. ആളെ വിളിച്ചിരുന്നത് പുരന്തർ എന്ന് വിളിച്ചിരുന്നു. അതിൻ്റെ അകത്ത് ബ്രേക്കർ ഓഫ് ഫോർട്സ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതായത് വാർലോഡായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത് ഇന്ദ്രനെയായിരുന്നു. അതായത് ഒരു ഈവിൾ ഫോഴ്സിന് എതിരെ യുദ്ധം ചെയ്യുമ്പം ആര്യൻസിനെ ലീഡ് ചെയ്യുന്നത് ഇന്ദ്രാണെന്നാണ് പറയുന്നത്. ലീഡ് ആര്യൻസ് എഗെയിൻസ്റ്റ് ഈവിൾ ഫോഴ്സ്. അത് ഇന്ദ്രയായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, ഈ ഇന്ദ്ര ദൈവത്തിന് വേണ്ടിയിട്ട് 250 ഹൈംസ് നമ്മുടെ ഋഗ്വേദയിൽ പറയുന്നുണ്ട്. അടുത്തത് രണ്ടാമത് അഗ്നി. അഗ്നി എന്ന് പറയുമ്പോൾ അറിയാലോ, ഗോഡ് ഓഫ് ഫയർ. ഓക്കെ, ഗോഡ് ഓഫ് ഫയർ. അത് ഫയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫയർ ഗോഡ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറി ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ഗോഡ്. അതുകൊണ്ടാണ് നമ്മൾ യജ്ഞകളും സാക്രിഫൈസ് ഒക്കെ ചെയ്യുമ്പം ഈ തീ കത്തിച്ചിട്ട് നമ്മൾ പൂജ ചെയ്യുന്നത്. അതായത് അതിന്റെ സ്മോക്ക് നേരെ ദൈവത്തിലോട്ടാണ് പോകുന്നതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അഗ്നി ദൈവന് വേണ്ടിയിട്ട് 200 ഹൈംസ സമയത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത് ഏത് ദൈവാന്ന് നോക്കിയാലോ, വരുണ. വരുണ എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഓക്കെ, അതാണ് ആളുടെ ഫങ്ഷൻ. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, അപ്ഹോൾഡ് നാച്ചുറൽ ഓർഡർ. നാച്ചുറൽ ആയിട്ട് നമ്മുടെ ലോകത്തൊരു ഓർഡർ ഉണ്ടല്ലോ, അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് വരുണദേവന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പിന്നെ വരുന്നത് സോമ. ഓക്കെ, സോമ എന്ന് പറയുന്നത് പ്ലാന്റ്സിനെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഡ്രിങ്കും ഉണ്ട്, സോമ ഡ്രിങ്കും ഉണ്ട്. ഓക്കെ, ആള് ശരിക്കും സോമ, പ്ലാന്റ്സിന്റെ ദൈവം. അത് കഴിഞ്ഞിട്ട് സൂര്യ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, സൺ ഗോഡാണ്. പിന്നെ വരുന്നത് സരസ്വതി എന്ന് പറഞ്ഞ ഒരു ഗോഡിനെ പറ്റി കുറേ റെഫറൻസ് ഉണ്ട്, ഒരുപാട് റെഫറൻസ് ഉണ്ട്, ലോട്ട് ഓഫ് ഹൈംസിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് ഗോഡസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ കുറെ വിമൻ ഡൈറ്റീസ് ഉണ്ട്. വിമൻ ഡൈറ്റീസും വരും, വിമൻ ദൈവങ്ങൾ, അതായത് ദേവിമാരും ഉണ്ടായിരുന്നു. അതിഥി, അതേപോലെ തന്നെ ഉഷ. ഓക്കെ, പക്ഷെ ഇവർക്ക് അത്ര പ്രോമിനൻസ് അത്ര ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? കാരണം ആ സമയത്ത് പാട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ മെയിൽ ഗോഡിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. ഈ വിമൻ ഗോഡിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിരുന്നില്ല. അതേപോലെ തന്നെ സാവിത്രി എന്ന് പറഞ്ഞിട്ടൊരു സോളാർ ഡയറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ സാവിത്രി എന്ന് പറഞ്ഞ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഗായത്രി മന്ത്ര എഴുതിയിട്ടുള്ളത്. ഗായത്രി മന്ത്ര ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് സാവിത്രി എന്ന് പറഞ്ഞൊരു ഗോഡിന് വേണ്ടിയിട്ടാണ്. കുറേ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗോഡിനെ പറ്റിയിട്ട്. 300 തവണ ആ ഒരു ഗോഡിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ വേദകളിൽ ഉള്ളിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സൊസൈറ്റി പാട്രിയാർക്കൽ ആയതുകൊണ്ട് തന്നെ മെയിൽ ഡൈറ്റിക്ക് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ ചില ഡെമ്മി ഗോഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ഡെമ്മി ഗോഡായിട്ട് നമ്മുടെ യക്ഷാസ്, അതിൽ വരുന്നതാണ് നമ്മുടെ ഗന്ധർവ, അപ്സര, ആര്യമൻ എക്സെട്ര. ഇവരൊക്കെ രക്ഷാസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡെമ്മി ഗോഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഏർലി വേദിക് ഏജ് ഇവിടെ തീർന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, റിവൈസ് ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞത് ആര്യൻസ് ഇവിടെ വന്നു, അങ്ങനെയാണ് വേദിക് ഏജ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ?
1500 വെച്ചിട്ടാണ് IVC എൻഡ് ചെയ്തത്. അതിനുശേഷം ആര്യൻ മൈഗ്രൻസ് ആയിട്ട് ഇങ്ങോട്ട് വന്നു. അവർ വന്നത് ഇൻവേഡ് ചെയ്യാനായിട്ടായിരുന്നില്ല, സെറ്റിൽ ചെയ്യാനായിട്ടായിരുന്നു. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏർലി വേദിക് പീരീഡ്, അതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. അതിനുശേഷം ലേറ്റർ വേദിക് പീരീഡും. ഏർലി വേദിക് 1500 to 1000 മറ്റേത് 1000 to 500 ആണ്. ഏർലി വേദിക്കിലാണ് ഋഗ്വേദ കണ്ടുപിടിച്ചത്. ലേറ്റർ വേദിക്കിലെ വേദയും വേറെ 3 വേദാസും ബ്രാഹ്മണാസ്, ആര്യനിക്കാസ്, ഉപനിഷത്സ് ആണ് അവർ കണ്ടുപിടിച്ചത്. അറൈവ് ചെയ്തതിനെ പറ്റിയിട്ട് നമ്മൾ അതിനറിഞ്ഞത് ഋഗ്വേദെന്നും പിന്നെ ഗ്രീക്ക് ടെക്സ്റ്റുകളായ സെന്റ് അവെസ്ത, ഹോമസിന്റെ ഇലിയാദ്, അതേപോലെ ഒഡീസി, ഇതിൽ നിന്നാണ് നമുക്ക് അതിനെ പറ്റിയിട്ട് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുള്ള. ആര്യൻസ് ആണ് ഇങ്ങനെ വന്ന് ഇവിടെ സെറ്റിൽ ചെയ്തു, അവരുടെ സൊസൈറ്റിയും പൊളിറ്റിക്കൽ സിറ്റുവേഷനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അതിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ആര്യൻസ് എന്ന് പറയുന്നത് സെമി നൊമാഡിക് ട്രൈബ് ആയിരുന്നു. അവരുടെ മെയിൻ എക്കണോമി പാസ്റ്റോറലായിരുന്നു. പിന്നെ ഇവരെവിടെ നിന്നാണ് വന്നെന്ന ഡിബേറ്റബിൾ ആണ്. പക്ഷേ ഏറ്റവും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിയറി ഹിന്ദുക്കുഷ് മൗണ്ടൻ പാസ് ചെയ്തിട്ടാണ് വന്നത്. അവർ താമസിച്ചിരുന്നത് ഈസ്റ്റേൺ അഫ്ഗാനിസ്ഥാൻ, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസ്, പഞ്ചാബ്, വെസ്റ്റേൺ UP. പിന്നെ ഇവർ താമസിച്ചിരുന്ന സ്ഥലം ലാൻഡ് ഓഫ് 7 റിവേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം ഋഗ്വേദയിൽ പറയുന്നത് ഇവർ നിന്നിരുന്നത് ക്യൂബ റിവർ അഫ്ഗാനിസ്ഥാനിൽ, സരസ്വതി, ഇൻഡസും ഇൻഡസിന്റെ 5 ട്രിബ്യൂട്ടറീസും. ഋഗ്വേദയായിരുന്നു ആദ്യത്തെ വേദ. യുനെസ്കോയിൽ വേൾഡ് ഹ്യൂമൻ ഹെറിറ്റേജ് ലിസ്റ്റിൽ വരുന്നതായിരുന്നു. 1028 ഹൈംസ് ആണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അത് 10 മണ്ഡലാസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ 2 to 7 ഏർലിയസ്റ്റ് പാർട്ടും 1 to 9 എന്ന് പറയുന്നത് ലേറ്റസ്റ്റും ആണ്. ഇത് മൊത്തം കളക്ഷൻ ഓഫ് പ്രേയേഴ്സ് ആണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, ഓരോ ദൈവങ്ങൾക്കുള്ളത്. ആ ദൈവങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ വേറെ ടെക്സ്റ്റുകൾ എന്ന് പറഞ്ഞല്ലോ, അതിൽ സെന്റ് അവസ്ഥയും ഇല്യാദും 1400, അതേപോലെ തന്നെ 900 to 800 BC അവര് എഴുതിയത്. അതിന്റെ കോണ്ടെക്സ്റ്റ് വരുന്നത് ലേറ്റർ നിയോലിത്തിക്, അതേപോലെ തന്നെ ഏർലി ബ്രോൺസ് ഏജിനെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത്. പിന്നെ അതിൽ പറയുന്നത് ഈ ആര്യൻസ് എന്ന് പറയുന്ന ആൾക്കാർ, അതായത് ഇതിൽ പറയുന്ന ആൾക്കാർ മൊത്തം ഈസ്റ്റേൺ യൂറോപ്പ്, സെൻട്രൽ ഏഷ്യ ഭാഗത്താണ് നിന്നിരുന്നത്. അവർ സംസാരിച്ചിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻഡോ ആര്യൻ ലാംഗ്വേജ് ആണ്. ഋഗ്വേദയിൽ അതിന് പറയുന്ന വേദിക് സാൻസ്ക്രിറ്റ് എന്നാണ്. ഇവർക്ക് എല്ലാവർക്കും സിമിലർ ജനറ്റിക് സിഗ്നൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ സമയപ്പോഴേക്കും ഹോഴ്സിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞു. പിന്നെ സാക്രിഫൈസുകൾ ഉണ്ടായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന വുഡ് ബുർജ. ക്രിമേഷനെ പറ്റിയിട്ട് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഫയർ വർഷിപ്പ് ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ലൈഫ് രാജൻ എന്ന് പറയുന്ന ഗോപതി ആയിരുന്നു, കൗവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആള്. മഹിഷി ഉണ്ടായിരുന്നു. രാജൻ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജനങ്ങളെയും കാറ്റിലെയും അതേപോലെ കൗസിനെയൊക്കെ എനിമീസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നായിരുന്നു ആളുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇവര് എന്തിനു വേണ്ടിയിട്ടാണ് ഈ രാജൻ പ്രാർത്ഥിച്ചിരുന്നത്? ജനങ്ങൾക്കും ഈ കൗവിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇയാളുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സാക്രിഫൈസ് നടത്തുക, അതേപോലെ തന്നെ ജനങ്ങളെയും കൗസിനെയും എനിമീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ ആളുടെ പൊസിഷൻ ഹെറിഡിറ്ററി ആയിരുന്നു. മൊണാർക്കി സിസ്റ്റം ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ചില ഇൻസ്റ്റൻസസിൽ മാത്രം ഇലക്ഷനെ പറ്റി നമ്മൾ ഋഗ്വേദയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ട്രൈബൽ അസംബ്ലീസിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഇവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പുരോഹിത്ത് വന്ന് റിച്വൽ നടത്തും. അവർക്ക് നമുക്ക് ധനാസ് അല്ലെങ്കിൽ ദക്ഷിണ കൊടുക്കും. അതേപോലെ സേനാനി ഉണ്ടായിരുന്നു. പിന്നെ ഈ ടെറിട്ടറി കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓഫീസർ വ്രജപതി ഉണ്ടായിരുന്നു. വില്ലേജ് ലീഡർ എന്താ പറഞ്ഞിരുന്നത്? ഗ്രാമിനി. ടാക്സ് ഓഫീസറിനെ പറ്റി ഒരു എവിഡൻസ് ഇല്ല, അതുകൊണ്ട് ടാക്സ് അന്ന് കളക്ട് ചെയ്തിരുന്നതാണ് നമുക്ക് മനസ്സിലാവാനായത്. അസംബ്ലീസ് കുറെ ടൈപ്പ് ഉണ്ട്. സഭാസ്, അത് എലൈറ്റ് ആൾക്കാർ സ്മോൾ ബോഡി ആയിട്ട് മീറ്റ് ചെയ്യുന്നതിനാണ് സഭ എന്ന് പറയുന്നത്. സമിതി എന്ന് പറയുന്നത് ജനറൽ പബ്ലിക് മെമ്പേഴ്സ് ആണ് അതിലുണ്ടായിരുന്നത്. അതിന്റെ ലീഡർ രാജൻ തന്നെയായിരുന്നു. വിദാദ ഉണ്ടായിരുന്നു, അത് ട്രൈബൽ അസംബ്ലി. ജന എന്ന് പറയുന്ന ട്രൂപ്സ്, അല്ല ഗണ എന്ന് പറയുന്നത് ട്രൂപ്സും ആയിരുന്നു. ഓക്കെ, ഇതില് വിദാദയിലും സഭയിലും മാത്രമാണ് വിമൺ പാർട്ടിസിപ്പേഷൻ നമുക്ക് കാണാൻ പറ്റിയത്. അതേപോലെ തന്നെ റെഗുലർ ആയിട്ട് ആ സമയത്ത് ആർമി ഉണ്ടായിരുന്നില്ല. പക്ഷെ യുദ്ധങ്ങൾ നടക്കുവാണെങ്കിൽ ജനാസ് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് യുദ്ധം നടത്തുന്നതായിരുന്നു. അവർ യൂസ് ചെയ്തിരുന്നത് സ്വാർഡ്സ്, ബോ, ആരോ, ഹെൽമെറ്റ്, അതൊക്കെ ആ സമയത്ത് യൂസ് ചെയ്തിരുന്നു. പിന്നെ 2 മെയിൻ കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഇൻഡിജിനസ് പോപ്പുലേഷൻ ആയിട്ടും പിന്നെ ബാറ്റിൽ ഓഫ് 10 കിങ്സും. അതിൽ പിന്നീട് ഭരതും പുരു ട്രൈബും കൂടെ കുരു ട്രൈബ് ഉണ്ടാക്കി. അതിനുശേഷം 5 ജനമായിട്ട് ഒരുമിച്ച് ഒരു കിങ്ഡം ഉണ്ടാക്കി, അപ്പർ ഗംഗാ പ്ലെയിൻസിന്റെ അടുത്തായിട്ട്. ഓക്കെ, പിന്നെ സോഷ്യൽ ലൈഫ് കിൻഷിപ്പ് ആയിരുന്നു, ഫാമിലി ബേസ്ഡ് ആയിരുന്നു അല്ല ഉണ്ടായിരുന്നത്. ഫാമിലി ഒരു വലിയൊരു ഗ്രൂപ്പിന്റെ ഒരു പാർട്ടായിരുന്നു. എന്തിന്റെ ആയിരുന്നു? വിസ് എന്ന് പറഞ്ഞൊരു ക്ലാൻ. വിസ് എന്ന് പറഞ്ഞൊരു അതിന്റെ വേറൊരു പേരാണ് ക്ലാൻ എന്ന് പറയുന്നത്. ക്ലാൻ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഒരു ട്രൈബ് ഉണ്ടാകുന്നത്. ഈ ട്രൈബാണ് ലാർജസ്റ്റ് സോഷ്യൽ യൂണിറ്റ് ഓഫ് എ സൊസൈറ്റി എന്ന് പറയുന്നത്. ഫാമിലി എന്ന് പറയുന്നത് പാട്രിയാർക്കലായിരുന്നു. ഫാദർ ആയിരുന്നു അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. മാരേജ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ആ സമയങ്ങളിലേക്കും എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷെ ചൈൽഡ് മാരേജിന്റെയും സതിയുടെയും ഒരു എവിഡൻസും കിട്ടിയിട്ടില്ല. ചില ഇൻസ്റ്റൻസസിൽ റീമാരേജിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് മോണോഗമസ് ആയിരുന്നു. പോളിഗമി ചില സമയത്ത് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ കാസ്റ്റ് ഡിവിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒക്യുപ്പേഷൻ ഒരിക്കലും ബർത്ത് ബേസ്ഡ് ആയിരുന്നില്ല അവർ ഒക്യുപ്പേഷൻ ഉണ്ടായിരുന്നത്. ഫിസിക്കൽ അപ്പിയറൻസ് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിരുന്നു. അതായത് അവരെ കളർ അനുസരിച്ചിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിട്ട് സോഷ്യൽ ഡിവിഷൻ ഒക്കെ ഉണ്ടായിരുന്നത്.
പിന്നെ വർണ്ണാസ്, അതായത് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് 10th മണ്ഡല പുരുഷുക്തയിലാണ് 4 വർണ്ണാസിനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഋഗ്വേദിക് ഏജിന്റെ എൻഡ് ആയപ്പോഴാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഈ സമയത്ത് കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അപ്പം എഗാലിറ്റേറിയൻ സൊസൈറ്റി ആയിരുന്നു. മെയിൻ ആയിട്ട് എല്ലാവരും ഈക്വൽ ആയിരുന്നു, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആയിരുന്നു. എക്കണോമിക്കൽ സംഭവം എന്ന് പറയുകയാണെങ്കിൽ കൗ ബുള്ളായിരുന്നു ഏറ്റവും കൂടുതൽ റെഫറൻസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പാസ്റ്റോറൽ സൊസൈറ്റി ആയിരുന്നു. വാറിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് തന്നെ കൂടുതൽ കൗവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, പശുവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഗവിഷ്ടി എന്ന് പറയുന്നത്. ലാൻഡിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. നിഷ്ക ഉണ്ടായിരുന്നു, ഗോൾഡ് കോയിൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഗോൾഡ് കോയിൻസ് ലാർജർ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടായിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. ട്രേഡ് മൊത്തം മെയിൻ ആയിട്ട് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. കൗ ആയിരുന്നു ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആയിട്ട് വേറെ ഉണ്ടായിരുന്നത്. പിന്നെ കിങ്ഡം മൊത്തം നടന്നിരുന്നത് ടാക്സ് ഇല്ലാത്തതുകൊണ്ട് ബലിയായിരുന്നു. നമ്മൾ വോളണ്ടറി നമുക്ക് എന്താണ് കൊടുക്കാൻ തോന്നുന്നത് അത് നമ്മൾ കിങ്ങിന് വേണ്ടി കൊടുക്കുക. അതാണ് അതിലാണ് അവർ മെയിനായിട്ട് ഫംഗ്ഷൻ ചെയ്തിരുന്നത്. റെഗുലർ ആയിട്ട് അല്ലാണ്ട് അവർക്ക് ഇൻകം ഒന്നും ഉണ്ടായിരുന്നില്ല. ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ചാരിറ്റി റേസിങ്ങും ഡൈസ് ഗാംബ്ലിങ്ങും ആയിരുന്നു അവിടുത്തെ മെയിൻ പോപ്പുലർ ടൈം പാസ് ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അയാസ് എന്ന് പറയുന്നത് കോപ്പറും ബ്രോൺസ് ആയിരുന്നു. അയൺ ടെക്നോളജിയുടെ ഒരു എവിഡൻസും ഇല്ല. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ബുള്ളക്കാർട്സും ഹോഴ്സും ഹോഴ്സ് ചാരിറ്റ് ആയിരുന്നു. ചില ഇൻസ്റ്റൻസസിൽ റെഫറൻസ് നമ്മൾ സീയും ബോട്ടിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. റിലീജിയൻ എന്ന് പറയുന്നത് അവർ മെയിനായിട്ട് നാച്ചുറൽ ഫോഴ്സിനെയാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത്. അതായത് മെയിനായിട്ട് എർത്ത്, ഫയർ, വിൻഡ്, റെയിൻ, തണ്ടർ, അതൊക്കെ അതിന് വേണ്ടിയിട്ട് അവർ ഓരോ ഗോഡിനെ ഉണ്ടാക്കി ആ ഗോഡിന് വേണ്ടി നമ്മൾ കുറെ പൂജകൾ നടത്തും, യജ്ഞാസ് നടത്തും. ഓക്കെ, അല്ലാണ്ട് ഐഡൽ വർഷിപ്പും ടെമ്പിൾ എവിഡൻസും ഒന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. അവർ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? പ്രജകൾക്ക് വേണ്ടി, പശുവിന് വേണ്ടി അവർക്ക് ഭക്ഷണം കിട്ടുക, ഇതിനൊക്കെയായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത്. ഇതിലെ ദൈവങ്ങൾ എന്ന് പറയുന്നത് ഇന്ദ്ര, തണ്ടർ ഗോഡ്, അഗ്നി, ഗോഡ് ഓഫ് ഫയർ, വരുണ, വാട്ടർ, സോമ എന്ന് പറയുന്ന പ്ലാന്റ്, സൂര്യ, സണ്ണ്, സരസ്വതി എന്ന് പറഞ്ഞൊരു ഗോഡസിനെ പറ്റി കുറെ റെഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സരസ്വതി എന്ന് പറഞ്ഞൊരു ഗോഡസ് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഗോഡസ് ആയിരുന്നു ആ സമയത്ത്. വിമൻ ഡൈറ്റീസ് ആയിട്ട് അതിഥി ഉഷ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അത്ര പ്രോമിനൻസ് കിട്ടിയിരുന്നില്ല. കാരണം സൊസൈറ്റി പാട്രിയാർക്കൽ ആയതുകൊണ്ട് തന്നെ മെയിൽ ഗോഡിന് വേണ്ടിയിട്ടായിരുന്നു അവർ കൂടുതൽ യജ്ഞാസ് ഒക്കെ നടത്തിയിരുന്നത്. സാവിത്രി എന്ന് പറഞ്ഞൊരു ദൈവം ഉണ്ടായിരുന്നു. സോളാർ ഡൈറ്റി ആയിരുന്നു. ആ ഒരു ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഗായത്രി മന്ത്ര ആട്രിബ്യൂട്ട് ചെയ്തത്, ഉണ്ടാക്കിയത്. ആ ഗായത്രി മന്ത്ര ഏകദേശം, അല്ലെങ്കിൽ ഈ സാവിത്രി എന്ന് പറഞ്ഞൊരു ദൈവത്തിനെ പറ്റി 300 പ്രാവശ്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ ഡെമിഗോഡ് ഉണ്ടായിരുന്നു. യക്ഷാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് ഗന്ധർവ, അപ്സര, ആര്യനാസ് ഒക്കെ വരുന്നത്. അല്ല, ആര്യനാസ് അല്ല, ആര്യമനൊക്കെ വരുന്നത്. അങ്ങനെ നമ്മുടെ ഏർലി വേദിക് ഏജ് കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലേറ്റർ വേദിക് ഏജ് കാണാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിലാണ് പറയേണ്ടത്? കമന്റ്സിൽ പറയാ. അറ്റൻഡൻസ് രേഖപ്പെടുത്തുക ലൈക്കിൽ. ഓക്കെ, ബൈ ബൈ. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും കാണാം.